ടു ദ ക്രാഫ്റ്റ്. അപ്പം നമുക്ക് അടിപൊളിയായിട്ട് നെക്സ്റ്റ് ക്രാഫ്റ്റ് ഒന്ന് ചെയ്ത് കൊടുക്കാം. കുറേ കാലത്തിന് ശേഷം ഫസ്റ്റ് ടൈമാണ് ഞാനിപ്പോൾ ഒരു ലോങ് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് പ്രതീക്ഷിക്കണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് ഈ ഒരു വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പം നമുക്ക് സിമ്പിളായിട്ട് എങ്ങനെയാണ് ഈ ഒരു ഫോം ഷീറ്റ് യൂസ് ചെയ്തിട്ട് അടിപൊളി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എസ്തെറ്റിക് ലാമ്പ് സെറ്റ് ചെയ്യാൻ നോക്കാം കേട്ടോ. ഷീറ്റ് നമുക്ക് ഡ്രസ്സ് മേടിക്കുമ്പം അതിൻ്റെ ഉള്ളിൽ ഇലക്ട്രോണിക് ഐറ്റംസ് ഒക്കെ മേടിക്കുമ്പം അതിൻ്റെ ഉള്ളിൽ കിട്ടും. ഇനിയിപ്പോൾ എവിടെയും കിട്ടില്ല എന്നുണ്ടെങ്കിൽ വിഷമിക്കണ്ട, നമ്മൾ കാർപ്പറ്റ് ഷോപ്പൊക്കെ ഇട്ടെ അവിടെ നമുക്ക് മേടിക്കാനായിട്ട് കിട്ടും. എത്ര മീറ്ററിന് എത്ര പ്രൈസ് ഉണ്ടാവും. അപ്പം നിങ്ങൾക്ക് വേണം ട്രൈ ചെയ്ത് നോക്കണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ചെറിയ പീസൊക്കെ മേടിച്ചിട്ട് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. ഞാനിവിടെ ഒരു കുട്ടി ലാമ്പാണ് ഉദ്ദേശിച്ചത്. അതുകൊണ്ട് തന്നെ പെറ്റാൾസൊക്കെ കുറവാണ്. പെറ്റാൾസൊക്കെ ഒന്നുകൂടെ കൂടുതലായിട്ട് എടുത്ത് ഞാൻ ലാമ്പ് കാണാൻ നല്ല രസം ഉണ്ടാവും. പിന്നെ നമുക്ക് വേണ്ടത് ഇതേപോലെ ഫ്ലവർ ഉണ്ടാക്കുന്ന കമ്പി കിട്ടും. അത് ഓരോ വലുപ്പത്തിനനുസരിച്ച് കട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഗമ്മൊന്നും യൂസ് ചെയ്യാത്തതുകൊണ്ട് തന്നെ ഭയങ്കര പെട്ടെന്ന് കഴിയും ചെയ്യും. ഇത് നല്ല ഫിനിഷിങ് ഉണ്ടാവും കേട്ടോ. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഗം വേണമെങ്കിൽ ഗം യൂസ് ചെയ്യും. അല്ലാന്നുണ്ടെങ്കിൽ ക്ലിയർ ടാപ്പില്ലേ അത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് സെക്യൂർ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഓരോ പെറ്റാൾസും ഇതേപോലെ അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് എല്ലാ പെറ്റൽസും കൂടെ ഒന്നിച്ചൊന്ന് ടൈ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഫ്ലവർ പോലെ അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഫെയറി ലൈറ്റ് സെറ്റ് ചെയ്യുന്നത് നമ്മുടെ ഉള്ളിലത്തെ ഫ്ലവറിന്റെ പൂമ്പൊടി ഇല്ലേ അതേ ഒരു മെത്തേഡിലാണ് കേട്ടോ. അപ്പോൾ ഇതും ഞാൻ അതിൽ കണ്ടത് തന്നെയാണ്. അല്ലാണ്ട് എൻ്റെ ഐഡിയക്ക് ഞാൻ സ്വന്തമായിട്ട് ചെയ്തതെന്നല്ല. അതിന് മാത്രമേക്കുള്ള ബുദ്ധിയൊന്നുമില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ അതുപോലൊക്കെ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഞാൻ ഈ ഒരു ഫെയറി ലൈറ്റ് ലാസ്റ്റാണ് കേട്ടോ സെറ്റ് ചെയ്തെടുക്കുന്നത്. കാരണം വേറെ ഒന്നുമല്ല, നമുക്ക് വേറെ എന്തെങ്കിലും ആവശ്യം പെട്ടെന്ന് വരികയാണെങ്കിൽ നമുക്ക് എടുത്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു രീതിക്കാണ് ഞാൻ ഇത് സെറ്റ് ചെയ്യുന്നത്. ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഫ്ലവറിന്റെ കൂടെ തന്നെ ഇങ്ങനെ സെക്യൂർ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം നമ്മളുടെ ഫ്ലവറിൻ്റെ പണി ഏറെക്കുറെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതേപോലെ ഒരു ലീഫും വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മളുടെ കമ്പിയൊക്കെ കൂടെ ഗ്രീൻ ടാപ്പ് വെച്ചിട്ടൊന്ന് ചുറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത്രേ ഉള്ളൂ, ഭയങ്കര സിമ്പിളാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിനൊന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റാൻഡ് എന്തെങ്കിലും ബേസ് എന്തെങ്കിലും സെറ്റ് ചെയ്തിട്ട് അതിൽ വെക്കാം. ഞാനിപ്പം മടിയുടെ ഇൻസിറ്റി കുറച്ച് കൂടിയായിരുന്നു. ഇതേപോലെ ഒരു ജാറിലാണ് കേട്ടോ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു പിൻട്രസ്റ്റ് എസ്തെറ്റിക് ലാമ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ടൈം എന്ത് DIY വേണ്ടതെന്നുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.